നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കുന്ന അവർ വാങ്ങിയതാണെന്നാണ്. അപ്പോൾ അവർ വാങ്ങി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെയും നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത്. സഹായമായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. കുട്ടികളുടെ ഡിമീനറും പോയയിടത്തെയും എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരൻസിൻ്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക. പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കേട്ടില്ല. അദ്ദേഹം തിരിച്ച് വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഈ പോകുന്നതിൻ്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവും. അതിന് വന്ന് വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അതിൽ എന്തായിരുന്നു അതിൻ്റെ സോഴ്സ് എന്നുള്ളതെല്ലാം എല്ലാം കുട്ടികൾ വന്നതിന് ശേഷം. ഇപ്പോഴും നമ്മളുടെ പോലീസ് കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വീഡിയോ കോളിൽ കൂടെ ഒക്കെ സംസാരിച്ചുള്ളൂ. ഇപ്പോൾ ഇത്രയും തന്നെ ഇതിങ്ങനെ ഇൻ്റർവ്യൂയിങ് ആയിട്ടുള്ള കുട്ടി അഡോളസൻസ് ആണ്, ബേസിക്കലി ചിൽഡ്രൻ ആണ്. അപ്പം അവരെ ഇരുത്തി വിശദമായിട്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സഹായി ഉപയോഗിച്ച് എക്സാം എഴുതി പഠിച്ചിരുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ IQ ആ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും എന്ന് അറിയാൻ കഴിയും. അത്തരത്തിലുള്ള ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ അതിന് എത്രത്തോളം മറ്റു ബാഹ്യമായ സഹായങ്ങൾ തീർച്ചയായിട്ടും ദിസ് ഇസ് ടു പ്രീമച്വർ ടു കമന്റ് ഓൺ സച്ച് തിങ്സ്. കുട്ടികളെ എൻ്റെ ടീമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൗൺസിലിംഗ് സംവിധാനങ്ങളോ ആക്സസ് ചെയ്യാതെ വി കനോട്ട് കമന്റ് ഓൺ എന്താണ്. തീർച്ചയായിട്ടും ഇതിലിപ്പം എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ പോലീസ് ടീം പ്രാഥമികമായിട്ട് എൻ്റെ സബ് ഇൻസ്പെക്ടർ എന്നതിന് ശേഷമാണ് വിൽ അസസ് ഓൺ ദാറ്റ്. ആസ് ഓഫ് നൗ അത്രയും നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും പോലീസ് അവരിലൊന്ന് എത്തട്ടെ ഒരു എത്തിയതിന് ശേഷം. അതും ഈ പറഞ്ഞ രീതിയിൽ ഇറ്റ് ഹാസ് ടു കം. കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്, കുട്ടികളെ വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരുന്നുള്ളത്. അതിനുശേഷം വാട്ട് എവർ ലീഗൽ സ്റ്റെപ്സ് ഹാവ് ടു ബി ഡൺ. ആശ്വാസമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓവർനൈറ്റ് DSP താനൂരും മെസ്സേജും നമ്മുടെ ടീമും ഇന്നലെ രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും ഇല്ലെങ്കിലും പുലർച്ചെ തന്നെ SI സുജിത്തും ടീമും അങ്ങോട്ടേക്ക് പോകാന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടായി. അപ്പോൾ ദാറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട് ടു ബി ഗുഡ്. ഇതിൽ ചലഞ്ച് എന്ന് പറയുന്നത് മുംബൈ ഒരു മഹാനഗരമാണ്. നമ്മൾ ബാച്ച്മേറ്റ്സിനെയൊക്കെ വിളിച്ച് വെൻ യു റീച്ച് സംവെയർ ആൻഡ് ഇവർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു എസ്പീഡ് കീഴിൽ വളരെ കുറച്ച് ഏരിയസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് ദാറ്റ് വേ. ഇല്ല, ഇപ്പം നമ്മൾ പൂനെ RPF സെക്യൂർഡാണ്. RPF ഹാസ് എ സിസ്റ്റം ഫോർ ദാറ്റ്. ഇങ്ങനത്തെ കുട്ടികളെ അവർ സ്വാഭാവികമായിട്ട് അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുംബൈയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഇന്നലെ മുംബൈ എന്നുള്ളതായിരുന്നു. ഇപ്പം പിന്നെ ട്രാൻസിറ്റിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ തിരിച്ച് അല്ല, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്നതോ അല്ലാത്തതായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ്. ബട്ട് ദേ ഹാവ് ഡൺ ഫാന്റാസ്റ്റിക്കലി മലയാളി ഓഫ് കോഴ്സ്. അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾ ഹാസ് പുട്ട് ഇറ്റ് അക്രോസ് നല്ല രീതിയിൽ. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഇതിനകത്തുണ്ട്. അവർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സോ അങ്ങനെ ഏതൊരു ട്രെയിനാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ള കുട്ടികളോട് തന്നെ ചോദിക്കണം. കാരണം ഇതെല്ലാം ബിസി റെയിൽവേ സ്റ്റേഷൻസൊക്കെയാണ്. അതിൽ ഇനിയിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് രീതിയിലുള്ള അന്വേഷണമൊക്കെ ഇനി വന്നതിന് ശേഷമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികളോട് എൻ്റെ ടീം ഒന്ന് പ്രാഥമികമായി തന്നെങ്കിലും ഒന്ന് സംസാരിച്ചാലാണ് ഐ വിൽ ബി ഏബിൾ ടു
ഇത്രയും ദീർഘദൂരത്തിലേക്ക് പോകുമ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ട്രെയിനിലാണല്ലോ ടിക്കറ്റാണല്ലോ പോകുന്നത്. അതൊന്നും ഈ TTRന്റെ ഇവരൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെ. എല്ലാം മേ ബി ബൈ ചാൻസ് നീങ്ങി പോകുന്നതായിരിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഴ്സ് കോടതിയിൽ അവർ 57 KPA ആസ് ഓഫ് നോ അവർ ക്രൈമൊന്നും ഒന്നിലും ഉൾപ്പെട്ടിട്ടില്ല. സോ കുട്ടികളാണ്, അവരെ ഏറ്റവും ആദ്യം തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റും എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓഫ് കോഴ്സ് ജുവനൈൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നമ്മളൊരു റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നൽകും. സോ അതിനുശേഷമുള്ള തുടർ നടപടികൾ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നൗ ദാറ്റ് ഇറ്റ്സ് ഡൺ, അവരുടെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോസ് വിത്ത് ദെയർ വിഷ്വൽസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫ് ദ ഡേ അവർക്ക് എക്സാമും എല്ലാം ഉള്ളതാണ്. സോ വി നീഡ് ടു ഗെറ്റ് ദം ബാക്ക്. ഒരെണ്ണം സിം കാർഡ് അവർ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ദാറ്റ് ഷോസ് പ്രിപ്പറേഷൻസ്. നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെയും സഹകരിച്ചിട്ടുണ്ട് അയാൾ. അപ്പം സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം പ്രധാനപ്പെട്ട കുറേ ഞാൻ ആസ് ഓഫ് നോ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആസ് ഓഫ് നോ ഇല്ല. നമ്മുടെ പ്രാഥമിക പരിശോധനയിൽ കിട്ടും. സോഷ്യൽ മീഡിയ എന്നാണ് ഇയാൾ പറയുന്നത്. അഗൈൻ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് കളവുകളും ചെറിയ കൊച്ചു നുണകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് വന്ന് വിശദമായിട്ടൊന്ന് അവർ റിലാക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടാണോ ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു മോഡൽ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ ഒരു അഡ്വഞ്ചറിസ്റ്റ് ആംഗിളായിരിക്കാം ആസ് ഓഫ് നമുക്ക് തോന്നണം. മറ്റെല്ലാ ആംഗിളുകളും നമ്മൾ പരിശോധിക്കും തീർച്ചയായിട്ടും. പക്ഷേ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്കൊന്ന് എത്താന്നുള്ളതാണ് ഒരു അപ്പീലുള്ളത്. ലൈക്ക് വിഷ്വൽസ്, ഫോട്ടോഗ്രാഫ്സ്, അതെല്ലാം ഒന്ന് കിഡ്സ്. അതെ, ഫോണ് മറ്റൊരു ഫോൺ ഓൾറെഡി ഉള്ള ഫോണില്ല, വേറൊരു ഫോണും വേറൊരു സിമ്മിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അത് പാർട്ട്ലി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് അഗൈൻ ഞങ്ങൾക്കത് ലഭിച്ച സമയത്തിന് നോ കമൻസ് ഓൺ ദാറ്റ്. ക്ലിയർ ആയില്ല. മറ്റു കുട്ടികളെ ഇത് അനുകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ അഗെയിൻ അതിലും നമുക്കിപ്പോൾ എന്താ ഇതിനകത്ത് പറയാൻ കഴിയും. അതിലുള്ള ഈവൻ പാരൻസിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇതിൻ്റെ കൗൺസിലിംഗ് ഇൻക്ലൂഡിങ് എവരിത്തിങ് ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം എന്തായാലും DSP ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരുടെ അപ്രിഹെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടിയും കവർ ചെയ്യണം എന്നുള്ളത്. മലപ്പുറം SP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 2 പെൺകുട്ടികൾ പോയത് മുംബൈയിലേക്കൊക്കെ പോയത് എന്തിനാണ് എന്ന കൃത്യമായ എന്താണ് അവരുടെ ഉദ്ദേശം, ഡെസ്റ്റിനേഷൻ എന്തായിരുന്നു എന്ന കാര്യം അറിയുന്നില്ല. പക്ഷേ അതൊരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സാഹസിക യാത്ര എന്ന നിലയ്ക്കാണ് തൽക്കാലം പോലീസ് അതിനെ കാണുന്നത്. അതിനുശേഷം അവർ വന്ന് ഇപ്പോൾ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട് SP. എന്തായാലും തിരികെ വന്നതിന് ശേഷം ഒന്ന് ആ കുട്ടികൾ നോക്കിയതിന് ശേഷം ഒന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് തന്നെ പറയുകയാണ്. എന്തായാലും കുട്ടികൾ സുരക്ഷിതരായി അവരെ കണ്ടെത്തിയതിൻ്റെ ആശ്വാസം മലപ്പുറം SP യുടെ മുഖത്തുകൊണ്ട്. കാര്യം പോയ രാത്രിയൊക്കെ SP ഒക്കെ ഉറക്കമില്ലാതെ പണിയെടുത്താണ്.